ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാനൊരു ലോങ് വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഇന്ന് നമ്മൾ പോകുന്നത് ബഹ്റൈനിലെ ഒരു മീൻ മാർക്കറ്റിലേക്കാണ്. അപ്പോൾ ആ കാഴ്ചകളും വിശേഷങ്ങളും എല്ലാം നിങ്ങളുമായി പങ്കുവയ്ക്കാമെന്ന് കരുതി. ഞങ്ങളിവിടെ ബഹ്റൈനിലെ മൊഹറക്ക് എന്ന സ്ഥലത്താണ് കേട്ടോ താമസിക്കുന്നത്. ഇവിടുന്ന് കുറച്ച് നടന്ന് പോകാനുള്ള ദൂരമേ ഉള്ളൂ. അപ്പോൾ നിങ്ങളൊന്ന് നടക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പം നടക്കുന്നത്. ഇപ്പോൾ സമയം 10 മണി കഴിഞ്ഞിട്ടേ ഉള്ളൂ. നോക്കിയേ, എന്താ വെയിൽ, നല്ല ചൂടുണ്ട് കേട്ടോ. ഈ ചൂട് തുടങ്ങിയിട്ട് ഒരാഴ്ചത്തോളമായിട്ടുള്ളൂ. അതുവരെ നല്ല തണവ് തന്നെയായിരുന്നു. ഇനി ഇപ്രാവശ്യം വരാൻ പോകുന്ന ചൂട് അതികഠിനമായിരിക്കും എന്നാണ് ന്യൂസിലും സോഷ്യൽ മീഡിയയിലൊക്കെ പറയണത്. എങ്ങനെയായിരിക്കും എന്നറിയില്ല. ഞങ്ങൾ നടന്ന് അൽ ഹിലാൽ ഹോസ്പിറ്റലിൻ്റെ അടുത്തെത്തി കേട്ടോ. ഇനി അങ്ങോട്ട് റോഡ് ക്രോസ് ചെയ്ത് കിടക്കണം. ക്രോസ് ചെയ്ത് കിടക്കുമ്പോൾ ഞാൻ ഈ ഫോണും പിടിച്ചിട്ടല്ലേ ക്രോസ് ചെയ്യുന്നത്. അതിന് പിന്നേട്ടൻ പറയുന്നുണ്ട്, ഈ ഫോണും പിടിച്ചിട്ടാണോ ക്രോസ് ചെയ്യുന്നത്? ഞാൻ റോഡ് ക്രോസ് ചെയ്യണതൊക്കെ വീഡിയോ എടുത്തു കേട്ടോ. ഇതെൻ്റെ ആദ്യത്തെ ലോങ് വീഡിയോ ആണ്. അതുകൊണ്ട് എൻ്റെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻ്റ് ഇട്ട് എന്നെ സപ്പോർട്ട് ചെയ്യുക. അങ്ങനെ നമ്മൾ നടന്ന് റൗണ്ട് അബൌട്ടിൻ്റെ അവിടെ എത്തിയിട്ടോ. ഇനി നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്താൻ അധികം ദൂരമൊന്നുമില്ല. ഇനി ആ റോഡൊന്ന് ക്രോസ് ചെയ്ത് കിടക്കണം. അതിന് ശേഷം പെട്ടെന്ന് എത്തും കേട്ടോ. ഇത് അധികം തിരക്കുകളില്ലാത്ത റോഡാണ്. അധികം വാഹനങ്ങളൊന്നും പാസ് ചെയ്ത് പോകണില്ല. അതുകൊണ്ട് തന്നെ സുഖമായിട്ട് വീഡിയോ എടുത്ത് നടക്കാൻ പറ്റും. നമ്മുടെ സൈഡിൽ കണ്ടോ പൂക്കൾ വിരിഞ്ഞ് നിൽക്കുന്നത്? നമ്മുടെ നാട്ടിൽ കാണുന്ന പൂക്കളൊക്കെ തന്നെ കേട്ടോ. അതോ ബോഗൺവില്ല, മുകളിൽ നിൽക്കുന്നത് ബോഗൺവില്ല, താഴെ നിൽക്കുന്നത് ഒരു അരളിപ്പൂവാണ് തോന്നുന്നു. അരളിപ്പൂവിൻ്റെ സ്റ്റൈലുള്ളൊരു പൂവാണ്. അതെല്ലാം നല്ല ഭംഗിയിൽ നിൽക്കുന്നുണ്ട്. അങ്ങനെ നടന്ന് നമ്മുടെ സ്ഥലം എത്താറായി. എന്താ വെയിൽ നോക്കിക്കേ. ക്യാമറയ്ക്ക് ശരിക്കും നോക്കാൻ തന്നെ പറ്റാതെയായി. കണ്ണ് ശരിക്ക് തുറന്ന് പിടിക്കാൻ പറ്റാണ്ട്. അങ്ങനെ നമ്മുടെ ഡെസ്റ്റിനേഷൻ അധികം വൈകാതെ എത്തും. അങ്ങനെ നമ്മൾ ലുലുവിൻ്റെ അവിടെ എത്തി. ലുലുവിനോട് ചേർന്നിട്ട് തന്നെയാണ് കേട്ടോ ഫിഷ് മാർക്കറ്റ് ഉള്ളത്. നമ്മൾ ലുലുവിൻ്റെ സൈഡ് ഭാഗത്തെ എൻട്രൻസ് കൂടെയാണ് കേട്ടോ കിടക്കുന്നത്. ഈ ഫ്രണ്ട് ഭാഗത്തേക്ക് നടക്കണമെങ്കിൽ കുറച്ചും കൂടി ഇങ്ങോട്ട് മുന്നോട്ട് പോകണം. നമുക്ക് എളുപ്പം ഈ സൈഡിൽ കൂടെ കിടക്കുന്നത് തന്നെയാണ്. അതുകൊണ്ട് ഞങ്ങൾ ഈ സൈഡ് ഭാഗത്തെ എൻട്രൻസ് കൂടെയാണ് കിടക്കുന്നത്. അതിനുശേഷം റൈറ്റ് സൈഡിലേക്ക് തിരിഞ്ഞാലാണ് നമ്മുടെ മാർക്കറ്റ് ഉള്ളത്. മാർക്കറ്റ് ഫസ്റ്റ് തന്നെ നമ്മുടെ പച്ചക്കറി മാർക്കറ്റാണ് കേട്ടോ കാണുക. കണ്ടില്ലേ, എല്ലാവിധ പച്ചക്കറികളും അവിടെ കിട്ടും ഫ്രഷായിട്ട്. അടുത്തത് ഇറച്ചി മാർക്കറ്റാണ്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ മീൻ മാർക്കറ്റ് വരുന്നത്. ഇതാണ് മീൻ മാർക്കറ്റ്. ഇവിടെ ഒരുപാട് സ്റ്റോളുകളുണ്ട് കേട്ടോ. ഉണ്ടായില്ല, ഒരു സ്റ്റോളിൽ ഞങ്ങൾ കയറി. മീൻ ഞങ്ങൾ ഒരെണ്ണം സെലക്ട് ചെയ്തു. അതിപ്പോൾ കട്ട് ചെയ്ത് കൊണ്ടിരിക്കുന്നുണ്ട്. കണ്ട, ചില മീനുകളുടെ പേരൊന്നും നമുക്ക് അറിഞ്ഞൂടാ. ഒക്കെ ഈ അറബി നാട്ടിൽ കാണുന്ന ഓരോ ഫിഷുകളാണ്. അതൊന്നും ചിലപ്പോൾ നമുക്ക് മേടിച്ച് അതിൻ്റെ ടേസ്റ്റ് പിടിക്കണമെന്നില്ലല്ലോ. അത് കാരണം ഞങ്ങൾ സാധാരണ മേടിക്കുന്ന ഒരു ചെറിയ മീൻ, പുതിയപ്പളക്കോര, മഞ്ഞക്കുട്ടൻ എന്നൊക്കെ പറയുന്ന ഒരു തരം മീനുണ്ടല്ലോ, അതാണ് കേട്ടോ മേടിച്ചത്. അവരോട് അത് ക്ലീൻ ചെയ്ത് തരാൻ പറഞ്ഞു. ഇനിയിപ്പോൾ റൂമിൽ ചെന്ന് ക്ലീൻ ചെയ്ത് കറി വയ്ക്കുമ്പോഴേക്ക് ഒരുപാട് സമയമാവുമല്ലോ. അപ്പോൾ അതിന് ക്ലീൻ ചെയ്തതിന് വേറെ ചാർജൊന്നും അവർ ഈടാക്കില്ല കേട്ടോ.
അപ്പോൾ എന്തായാലും ക്ലീൻ ചെയ്ത് തരാൻ പറഞ്ഞു. അപ്പോൾ പോവാൻ നിൽക്കണ നേരത്ത് വേറൊരു സ്റ്റാളിലത്തെ ഈ ചേട്ടൻ പിടിച്ച് നിർത്തി പേടിപ്പിച്ചു ആ ഒരു മീൻ. അത് നമ്മുടെ ഈ ഇവിടെ കാണുന്ന ഒരു തരം മീൻ തന്നെയാണ്. അങ്ങനെ ഒരു ഫ്രൂട്ട്സ് സ്റ്റാളിൽ നോക്കിയപ്പോഴാണ് അവിടെ മൾബറി ഇരിക്കുന്നത് കണ്ടത്. അതിൻ്റെ ആ ചുവന്നുള്ള നിറവും ഒക്കെ കണ്ടപ്പോൾ ഒന്ന് മേടിക്കണം തോന്നി. അപ്പോൾ അത് ഒരു കുറച്ച് മേടിച്ചോളൂ കേട്ടോ. കാരണം അത് നല്ല പുളിയുള്ളതാണെങ്കിൽ പിന്നെ നമുക്കത് കഴിക്കാൻ പറ്റാത്ത അവസ്ഥയാവും. അതുകൊണ്ട് തന്നെ ഒന്ന് ടേസ്റ്റ് ഒന്ന് നോക്കാൻ വേണ്ടി ഒരു തൈര് മേടിച്ചോളൂ. അപ്പോൾ ഞങ്ങളിതെല്ലാം മേടിച്ച് പുറത്തേക്ക് ഇറങ്ങുകയാണ്. കൂടുതൽ വീഡിയോസൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. ഈ നടക്കലും വീഡിയോ എടുക്കലും എല്ലാം കൂടി നടക്കണില്ല. പിന്നെ ഈ വ്ളോഗർമാരൊക്കെ സമ്മതിക്കണം കേട്ടോ, എല്ലാതും ക്യാപ്ചർ ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ടല്ലോ. അതുപോലൊന്നും എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. അടുത്ത വീഡിയോ ഇതിലും കൂടി ബെറ്ററാക്കി ചെയ്യണമെന്നുണ്ട്. ഇപ്പം ഞങ്ങൾ സൂക്ക് വഴി മൊഹ്റക്ക് സൂക്ക് വഴിയാണ് ഞങ്ങൾ തിരിച്ച് റൂമിലേക്ക് പോയത്. സൂക്ക് ഇപ്പോൾ തിരക്കൊന്നും ഇല്ലാണ്ട് രാവിലത്തെ സമയമല്ലേ. അപ്പോൾ ഈ സൂക്കൊക്കെ ഒരു 4 മണിക്ക് ശേഷം എല്ലാ സ്റ്റാളുകളും ഓപ്പൺ ആവുള്ളൂ. രാത്രി ആ നേരം ആകുമ്പോഴേക്ക് നല്ല തിരക്ക് തന്നെ ആയിരിക്കും. അങ്ങനെ ഞങ്ങൾ റൂമിലെത്തി. ആ ചൂട്ടത്ത് കയറി വന്ന ഉടൻ തന്നെ വെള്ളം കുടിച്ച് റെസ്റ്റ് ചെയ്തു. ഇനി ഞാൻ മേടിച്ച മീനുകളൊക്കെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഈ മീൻ കണ്ടില്ലേ, എല്ലാം വെട്ടി വൃത്തിയാക്കിയിട്ട് തന്നെ അവർ തന്നിരിക്കുന്നത്. ഇനിയിപ്പോൾ വേറെ കഴുകി എടുക്കുക എന്നുള്ളൊരു, പിന്നെ ആ തലയൊക്കെ ഒന്ന് വെട്ടി കളയണം, ആ പണിയൊക്കെ തന്നെ ഉള്ളൂ. ഈ മീനിൻ്റെ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ആ ആളോട്. സഹല എന്നാണ് പറഞ്ഞു തോന്നുന്നു. സഹല അല്ലെങ്കിൽ നിങ്ങൾ വേറെ എന്തെങ്കിലും ആണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യൂ കേട്ടോ. അടുത്തത് ഇതാ നമുക്ക് പരിചയമുള്ള ഒരു മീൻ തന്നെയാണ്. മഞ്ഞക്കുട്ടൻ എന്നൊക്കെ പറയും, പുതിയ പ്ലക്കോര എന്നൊക്കെ പറയുന്ന മീൻ തന്നെയാണ്. ഇപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇനി ബഹ്റൈനത്തെ വിശേഷങ്ങളൊക്കെ കാണാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. എന്നെ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, വീഡിയോസ് കാണണം. വീഡിയോസ് കണ്ടിട്ട് ലൈക്ക് ചെയ്യണം, അതിൻ്റെ അഭിപ്രായങ്ങൾ അറിയിക്കണം, കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോ കാണുന്നവർ ബൈ ബൈ.